नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में गंगा मैया के लेखक काका कालेलकर के बारे में परिचय कराया। काका कालेलकर हिंदी साहित्य का सर्वश्रेष्ठ साहित्यकार है। उन्हें भारत सरकार ने भारत रत्न से नवाजा किया गया है। कालेलकर, उनका जन्म के बारे में कहे तो वह महाराष्ट्र के सतारा में जन्म हुआ। उनके परिवार मूल रूप से कर्नाटक के करवार जिले में रहने वाला था, इसलिए उनकी मातृभाषा कोंकणी थी। लेकिन सालों से गुजरात में बस जाने के कारण गुजराती भाषा भी प्राप्त गया था। वे गुजराती के प्रसिद्ध लेखक माने जाते थे। इसके अलावा मराठी में हिंदी सिखाया। हिंदी, मराठी और गुजराती में भी उन्होंने रचनाएं की। यहाँ काका कालेलकर उच्चकोटि के विचारक और विद्वान थे। हिंदी साहित्य के हिंदी भाषा में उनका प्रमुख योगदान है। हिंदी भाषा के प्रचार तक ही उनकी सीमा नहीं था। वह उनकी मौलिक रचनाओं के कारण से हिंदी साहित्य को समृद्ध हुआ है। आधुनिक काल गद्य युग कहा जाता है। हिंदी साहित्य में आधुनिक युग से पूर्व पद्य का प्राधान्य था। इसके बाद गद्य के विकास में आचार्य महावीर प्रसाद द्विवेदी, भारतेंदु हरिचंद आदि साहित्यकारों ने अपना योगदान किया था। हमारे पाठ का नाम है गंगा मैया। गंगा मैया का पाठ परिचय। भारत को नदियों का देश कहा जाता है। ഭാരതത്തെ നമ്മൾ നദികളുടെ രാജ്യമായിട്ടാണ് പറയപ്പെടുന്നത്. इंडिया शब्द ग्रीक भाषा के इंडिका से बना है. ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് ഭാഷയായ ഇൻഡിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ജിസ്കാ അർത്ഥ ഹി ഹേ നദിയോം കാ ദേശ്. ഇൻഡിക്ക എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നദികളുടെ രാജ്യം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാരതം നദികളുടെ രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നദികൾ നമ്മുടെ ഭാരതത്തിൽ കൂടി ഒഴുകുന്നുണ്ട്. നദിയോं का यूं तो मनुष्य सभ्यता के विकास में बड़ा योगदान है. മനുഷ്യ സംസ്കാരത്തിൻ്റെ, മനുഷ്യ സഭ്യതയുടെ വികാസത്തിലെ നദികൾക്ക് വളരെ വലിയ പങ്കുണ്ട്. परंतु भारत में नदियाँ संस्कृति का महत्वपूर्ण हिस्सा है. പക്ഷേ ഭാരതത്തിലെ നദി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്, ഒരു പാർട്ടാണെന്ന് പറയുന്നത്. നദികളെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് നദികളെ ഒരിക്കലും അതിൽ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. നദി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നദിയോं के प्रति भारत में पूजा का भाव है. നദികളെ കുറിച്ച് നമ്മൾ നദികളെ പൂജിക്കുന്നവരാണ് ഭാരതീയരുടെ ഉള്ളിൽ. എന്താ പറയുക, വളരെ പൂജനീയമായിട്ടുള്ള പൂജിക്കുന്നൊരു ഭാവമാണ് നദികളിൽ നേരെയുള്ളത്. നദി ജീവൻ ദായിനി ഹോത്തി ഹി. അതുപോലെ നദി നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നവളാണെന്നാണ് പറയുന്നത്. ഇസ് കാരൺ വഹ് ആസ്ഥ, ശ്രദ്ധ और പൂജാ കേന്ദ്ര ഹോത്തി ഹി. അപ്പം നദി നമുക്ക് ജീവൻ നൽകുന്നവളാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസം, ആസ്ഥ തന്നെ വിശ്വാസം, ശ്രദ്ധ ഭക്തി और പൂജാ കേന്ദ്ര ഹോത്തി ഹി. നമ്മൾ പൂജാ കേന്ദ്രമാണ് നദി. അപ്പം നദിയെ നമുക്ക് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, നമ്മൾ പൂജിക്കുന്നുണ്ടെന്ന് പറയുന്നത്.
दुनिया की तमाम बड़ी सभ्यताएं संस्कृतियाँ नदियों के किनारे फली फूली विकसित हुई. നമ്മുടെ ലോകത്തിൻ്റെ തന്നെ മുഴുവൻ വലിയ വലിയ സംസ്കാരങ്ങൾ, നദീതട സംസ്കാരങ്ങൾ, അതുപോലെ തന്നെ സഭ്യതകൾ, ഇതെല്ലാം നദികളുടെ തീരത്താണ് പുഷ്പിച്ചിരിക്കുന്നത്. അതായത് അത് വികസിച്ചിരിക്കുന്നത് നമ്മുടെ നദികളുടെ തീരത്താണ്. അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഭാരതത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വലിയ വലിയ സഭ്യതകൾ, സംസ്കാരങ്ങൾ, ഇതെല്ലാം നദികളുടെ തീരത്താണ് ഫലഭൂയിഷ്ഠമായിട്ടുള്ളത്. ഭാരത് മേ ഇസ്കെ പര്യാപ്ത തഥാ പ്രാചീനതം ഉദാഹരണം മിൽത്തേ ഹെ. നമ്മുടെ ഭാരതത്തിലെ അതിന് പര്യാപ്തമായിട്ടുള്ള വളരെ പഴക്കം ചെന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പല നദികളിൽ നമ്മൾ സിന്ധു നദീതട സംസ്കാരം ഇല്ലേ, അങ്ങനെ ഓരോ സംസ്കാരങ്ങൾ പണ്ടത്തെ കാലത്ത് നിലവിൽ വന്നിട്ടുള്ളത് നദികളുടെ തീരത്താണെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ വികസന കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ നദികൾക്ക് വളരെ വലിയ പങ്കുണ്ടെന്ന് പറയുന്നത്. ഭാരത് മേ നദിയം കോം മാം മാനാ ജാത്ത ഹെ. നമ്മുടെ ഭാരതത്തിലെ നദികളെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഗംഗാ മയ്യ എന്ന് പറഞ്ഞാൽ ഗംഗാ മാത എന്നാണ് അർത്ഥം. മയ്യ മാത എന്നാണ് അർത്ഥം, ഗംഗാമാതാവ്. അപ്പോൾ ഭാരതത്തിലെ നദികളെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. സ്വാഭാവിക് ബിഹി, അത് സ്വാഭാവികം തന്നെയാണ്. നദി ജീവൻ കാ മൂലതത്വ ജൽ ഹമേ ഉപലബ്ധ കർവാത്തി ഹി. നദി ജീവൻ്റെ മൂലതത്വമായിട്ടുള്ള, അടിസ്ഥാന തത്വമായിട്ടുള്ള ജലം എന്ന് പറയുന്നത് നമുക്ക് തരുന്നവളാണ്. അല്ലേ, നമ്മൾ ജീവിക്കാനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വെള്ളം, അതുപോലെ തന്നെ വായു അല്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. അത് നമുക്ക് തരുന്നത് നദിയാണ്. ഇസ് കാരൺ ബി നദിയോं को साफ स्वच्छ तथा बनाए रखने के लिए पूजा भाव जरूरी है. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് തന്നെ നദികളെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വളരെ പ്യുവറാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളെന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയുള്ളൊരു ഭാവം, പൂജാഭാവം അത്യാവശ്യമാണ്. ഇപ്പോൾ നദികളെ ക്ലീനായിട്ട് അതുപോലെ തന്നെ വളരെ പ്യുവറായിട്ട് അത് നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൂജാഭാവം അത്യാവശ്യമാണ്. സാത്ത് ഹി ഉസേ ധർമ്മ തഥാ അധ്യാത്മമേ മോക്ഷസേ ബി ജോടാ ഗയാ ഹേ. ഇതിനോടൊപ്പം തന്നെ നദികൾ മതത്തിൻ്റെ അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അല്ലേ. അതായത് നമുക്ക് പവിത്രമാക്കാനായിട്ട് ഗംഗാ നദിയിലെ ജലം നമുക്ക് വളരെയധികം പവിത്രത, ശുദ്ധി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജലമാണ്. അപ്പോൾ അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, നദികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. प्रत्येक नदी के साथ धार्मिक, पौराणिक तथा आध्यात्मिक किस्से, कहानियाँ और प्रतीक जुड़े हुए हैं. ഓരോ നദികളിലെയും കൂടെ ഏത് നദി എടുത്താലും അതിൽ ധാർമ്മിക, റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ളത്, അതായത് പൗരാണികമായിട്ടുള്ളത്, അതുപോലെ തന്നെ ആധ്യാത്മിക കിസ്സെ, ആധ്യാത്മികമായ കഥകൾ, അതായത് മതപരമായിട്ടുള്ള കഥകളുണ്ട്, പുരാണവുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്, ആധ്യാത്മികമായ കഥകൾ, കിസ്സെ എന്ന് പറഞ്ഞ കഥകൾ, കഹാനിയ ആർ പ്രതീക് ജുഡേ ഹുയേ, ഓരോ പ്രതീകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതൊരു നദി എടുത്താലും അതിനെ നമുക്ക് മതപരമായിട്ടുള്ളതും പൗരാണികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള കഥകളും പ്രതീകങ്ങളും കാണാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് പറയുന്നത്. ഇസ് കാരൺ നദി ഹമാരി സംസ്കൃതി തഥാ ജീവൻ കാ ഏക് അനിവാര്യ ഹിസ്സ ബൻ ജാത്തി ഹേ. ഈ കാരണം കൊണ്ട് നദി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് തീർന്നിരിക്കുകയാണ്. ഹിസ്സ എന്നാണ് പാർട്ട്. അപ്പോൾ നദി എന്ന് പറയുന്നത് ഹമാരി സംസ്കൃതി തഥാ ജീവൻ കാ, സംസ്കൃതി और ജീവൻ കാ അനിവാര്യ ഹിസ്സ ബൻ ജാത്തി ഹേ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് നദി നമ്മുടെ ജീവിതത്തിലും സംസ്കാരത്തിലും മാറിക്കഴിഞ്ഞു. നദി തീർത്ഥസ്ഥാൻ ബൻ ജാത്തി ഹേ. നദിയുടെ എന്തായിട്ടാണ് മാറുന്നത്? തീർത്ഥസ്ഥാനമായിട്ടാണ് നദിയുടെ നിലനിൽക്കുന്നത്. അപ്പം നദി നമുക്ക് ജീവൻ ദായിനിയാണ്. നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ സഭ്യതകൾ, ഇതെല്ലാം നദീതീരത്താണ് പടർന്ന് വികസിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് പുഷ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ നദികളുടെ തീരത്താണെന്ന് പറയുന്നത്. വലിയ വലിയ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നത് അവിടെയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മതപരമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ നദി എന്ന് പറയുന്നത്
ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നദി അവിടെ തീർത്ഥസ്ഥലമായിട്ട് അവിടെ മാറുകയാണ്. തീർത്ഥം. धार्मिक सांस्कृतिक पक्ष के अतिरिक्त नदियों का आर्थिक पक्ष भी अत्यंत महत्वपूर्ण है. ഇനി മതപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള നമ്മളെ ഭാഗം കൂടാതെ തന്നെ അതിന് പുറമേ നദിയും കാർത്തിക് പക്ഷി ബി അത്യന്തം മഹത്വപൂർണ്ണ. നദികളുടെ സാമ്പത്തികമായിട്ടുള്ള ഭാഗം കൂടി നമുക്ക് വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യമാണ്. ആർത്തിക് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലായിട്ടുള്ളത്. നദിയാം ആവാഗമൻ യാത്രാ കെ സാത്ത് വ്യാപാർ കാ മാധ്യം ബി രഹി ഹെ. നദികൾ നമുക്ക് സഞ്ചരിക്കാനുള്ള ആവാഗമൻ और यात्रा के साथ व्यापार का माध्यम भी है. യാത്രയ്ക്കൊപ്പം തന്നെ അത് വ്യാപാരത്തിൻ്റെ ഒരു മാധ്യമം കൂടിയാണ്. അതായത് കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ വ്യാപാരത്തിൻ്റെ ഒരു മാധ്യമം കൂടിയാണ് നദി. അപ്പോൾ നദികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നദിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലെയും മാധ്യമം നദി തന്നെയാണ്. प्राचीन काल में नदियों का प्रयोग इन उद्देश्यों के लिए होता रहा है. വളരെ പ്രാചീന കാലങ്ങളിൽ, വളരെ പുരാതന കാലങ്ങളിൽ നദികളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇൻ ഉദ്ദേശം കെ ലിയെ ഹോത്താ ഹെ. ഈ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നദികളെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പണ്ട് യാത്ര ചെയ്യാനായിട്ട്, സഞ്ചരിക്കാനായിട്ട്, അതുപോലെ തന്നെ വ്യാപാര സംബന്ധമായ കാര്യങ്ങൾക്ക് നദികളെ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. നദിയോं की एक बड़ी भूमिका धरती को उपजाऊ बनाने में रही है. ഈ നദികളുടെ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത് ധർത്തിക്കോ ഉപജാവു ബനാനെ മേ രഹി ഹെ. നമ്മളെ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കാനായിട്ട്, നമ്മളെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നദികൾ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണെന്ന് പറയുന്നത്, ഹം ജാനത്തെ ഹെ हिमालय से आने वाले नदियों ने उत्तरी भारत की भूमि को बेहद उपजाऊ बनाया है. നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികൾ, ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ ഉത്തര ഭാരത് കി ഭൂമിക്കോ, അതായത് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഓരോ സ്ഥലത്തെയും എന്താക്കുന്നു, ബേഹദ് വളരെയധികം ഉപജാവു ബനായ ഹെ, ഫലഭൂയിഷ്ടമാക്കിയിട്ട് തീർക്കുന്നു. പഞ്ചാബ് ഹരിയാന का क्षेत्र हो या गंगा यमुना का बांगर खादर क्षेत्र, नदियों ने इन्हें समृद्ध और संपन्न बनाया है. ഇനി പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ പ്രദേശങ്ങൾ, അതുപോലെ ഗംഗ യമുനയുടെ തന്നെ ആ ഭാഗത്തുള്ള ബാങ്കർ, അതുപോലെ ഖാദർ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, അതെല്ലാം നദിയോനെ ഇനി സമൃദ്ധ ഓർ സമ്പന്ന ബനായ ഹെ. നദികൾ ഈ സ്ഥലങ്ങളെയൊക്കെ വളരെയധികം സമൃദ്ധവും സമ്പന്നവുമാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നദികളുടെ തീരത്തുള്ള കൃഷിയായാലും ബാക്കി ഏത് കാര്യമായാലും നമ്മുടെ സമൃദ്ധമാക്കാനായിട്ട്, സമ്പന്നമാക്കാനായിട്ട് ഈ നദിയുടെ ജലം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് മേഖലകൾ, അത് ഗംഗ യമുനയൊക്കെ പോകുന്ന പല പ്രദേശങ്ങളുണ്ട്. ബാങ്കർ, ഖാദർ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ റീജിയൻ പ്രദേശങ്ങൾ, ക്ഷേത്രം എന്ന് പറഞ്ഞ പ്രദേശം. दक्षिण भारत का पठार क्षेत्र भी खेती व सिंचाई के लिए नदियों पर निर्भर रहा है. ഇനി ദക്ഷിണ ഭാരതത്തിലെ, അത് തെക്കേ ഇന്ത്യയിലെ പട്ടാർ ക്ഷേത്ര ബി, പട്ടാർ എന്ന് പറയുന്ന പ്രദേശം, ആ ഒരു മേഖല, അവിടെ ഖേത്തി കൃഷി, വ സിഞ്ചായി കേലിയെ ജലസേചനം, കൃഷിയും ജലസേചനത്തിന് വേണ്ടിയിട്ട് നദിയോं पर निर्भर रहा है, നദികളെ ആശ്രയിക്കുന്നു. അപ്പോൾ ദക്ഷിണ ഭാരതത്തിലെ പട്ടാർ എന്ന് പറയുന്ന മേഖല, ആ ഒരു റീജിയൻ, ആ ഒരു പ്രദേശവും കൃഷിക്കും ജലസേചനത്തിനുമായിട്ട് നദികളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ദക്ഷിൺ ഭാരത് പൂർവി തഥാ പശ്ചിമി പഹാഡിയോं से घिरा हुआ है. ഇനി ദക്ഷിൺ ഭാരത് എന്ന് പറയുന്നത്, തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് പൂർവി തഥാ പശ്ചിമി പഹാഡിയോं से, കിഴക്കും പടിഞ്ഞാറുമുള്ള പർവ്വതനിരകളാൽ ഗിരാ ഹുവാഹെ, ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കിഴക്കൻ അതുപോലെ തന്നെ പടിഞ്ഞാറൻ മലകളാൽ, പർവ്വത പ്രദേശങ്ങളാൽ വലയം ചെയ്ത് കിടക്കുന്നതാണ് ദക്ഷിണ ഭാരതം എന്ന് പറയുന്നത്. ഇസ്കി നദിയ, ഇനി അവിടുത്തെ നദികൾ ഏതാണെന്ന് പറയുന്നുണ്ട്. കൃഷ്ണ, ഗോദാവരി തഥാ കാവേരി പശ്ചിമി ഘാട്ട് സെ നിക്കൽക്കർ ബംഗാൾ കി ഖാഡി മേ ഗിർ ജാതി ഹെ. ബംഗാൾ കി ഖാഡി എന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ, ഖാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കടൽ, ബംഗാൾ ഉൾക്കടൽ.
ഇവിടെ നമ്മൾ പറഞ്ഞു ഈ നദികൾ, അതായത് ദക്ഷിണ ഭാരതത്തിലെ നദികൾ കൃഷ്ണ, ഗോദാവരി, കാവേരി ഇതെല്ലാം പടിഞ്ഞാറൻ താഴ്വാരങ്ങളിൽ കൂടി അവിടെ നിന്ന് പുറപ്പെട്ട് എവിടെ ചെന്ന് ചേരുന്നു? ബംഗാൾ കി ഖാഡിമേ, ബംഗാൾ ഉൾക്കടലിലാണ് ഈ നദികൾ ചെന്ന് ചേരുന്നത്. ഇസ് യാത്രാമേ വേ ഏക് ബഡേ ഭൂഭാഗ് കോ സമൃദ്ധ കർ ജാതി ഹേ. അപ്പോൾ ഈ ഒഴുകിപ്പോകുന്ന ഈ വഴിയിൽ, ഈ യാത്രയിൽ വളരെ വലിയൊരു ഭൂപ്രദേശത്തെ തന്നെ സമൃദ്ധമാക്കിയിട്ടാണ് ഈ നദികൾ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വീഴുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴികളൊക്കെ കൃഷിസ്ഥലങ്ങൾ സമൃദ്ധമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ നദികളെല്ലാം ഒഴുകുന്നത്. ഉത്തർ തഥാ ദക്ഷിൺ ഭാരത് കി നദിയോ മേ ഏക് ബഡ അന്തർ ഹേ. ഇനി വടക്കേ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ നദികൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഏക്ക് ബഡ അന്തർ ഹേ, ഒരു വളരെ വലിയ വ്യത്യാസമുണ്ട്. ഉത്തർ ഭാരത് കി അധികാംശ നദിയോ മേ സദൈവ പാനി രഹതാ ഹി. വ്യത്യാസം എന്ന് പറയുന്നത് उत्तर भारत की अधिकांश नदियों में सदैव पानी रहता है क्योंकि उनमें हिमालय की बर्फ़ पिघल कर पानी आती है. ഇപ്പോൾ ഉത്തര ഭാരതത്തിലെ കൂടുതലും നദികളിലെ മെജോറിറ്റി കൂടുതൽ നദികളിലും അധികാംശ നദിയോമേ സദൈവ് എല്ലായ്പ്പോഴും പാനീരത്തായി വെള്ളമുണ്ട്. അതിന് കാരണം പറയുന്നത് ക്യോംകി ഉന്മേ ഹിമാലയക്ക് ബർഫ് പിക്കൽ കർ. ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, പിക്കൽ എന്ന് പറഞ്ഞാൽ അലിയ, ഉരുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, ഹിമാലയത്തിലെ മഞ്ഞുരുകിയിട്ടാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തര ഭാരതത്തിലെ നദികളിലെ സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അവിടെ വെള്ളമുണ്ട്, വെള്ളത്തിന് ക്ഷാമമില്ല. ജബ്കി ദക്ഷിൺ ഭാരത് കി നദിയാ വർഷാ പർ നിർഭർ ഹേ കിന്തു ഫിർ ബി ഉൻകാം അപാർ മഹത്വ ഹേ. പക്ഷേ ദക്ഷിണ ഭാരതത്തിലെ നദികൾ എന്തിനാശ്രയിച്ചിരിക്കുന്നത് പറയുന്നത് വർഷാ പർ നിർഭർ ഹേ, മഴയെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ദക്ഷിണ ഭാരതത്തിലെ നദികൾ നിറയണമെങ്കിൽ അവിടെ വെള്ളം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സമൃദ്ധമായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ മഴ പെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ ഉത്തരഭാരതത്തിൽ മഴ പെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹിമാലയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹിമാലയത്തിലെ മഞ്ഞുരുകി വെള്ളം എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉത്തര ഭാരതത്തിലെ നദികളിലെ വെള്ളം കുറയാറില്ല, അവിടെ എല്ലായ്പ്പോഴും വെള്ളമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ദക്ഷിണ ഭാരതത്തിൽ നദികൾ ആശ്രയിക്കുന്നത് മഴയെയാണ്. ആ മഴ പെയ്താൽ മാത്രമാണ് വെള്ളം ഉണ്ടാവുക. പക്ഷേ എങ്കിലും ഫിർബിൻക ആബാർ മഹത്വ, എങ്കിലും ആ നദികൾക്ക് വളരെയധികം മഹത്വമുണ്ടെന്ന് പറയുന്നത്. യൂം തോ നദിയോം കാ മഹത്വ സർവവിദിത് ഹേ किंतु गंगा अन्य नदियों की तुलना में सर्वाधिक प्रसिद्ध पूजनीय तथा सांस्कृतिक धार्मिक महत्व की नदी है. ഈ നദികളിലെ മഹത്വം എന്ന് പറയുന്നത് സർവ്വവിദിത് ഹേ, തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കിന്തു ഗംഗ അന്യ നദിയും കി തുലനാമയും, പക്ഷേ ഗംഗ തുടങ്ങിയ മറ്റു നദികളുമായിട്ട് അവിടെ കമ്പയർ ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ സർവാധിക പ്രസിദ്ധ പൂജനീയ തഥാ സാംസ്കൃതിക ധാർമ്മിക മഹത്വയ്ക്ക് നദി ഹേ. അപ്പോൾ ഗംഗ എന്ന് പറയുന്നത് മറ്റു നദികളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും പൂജനീയമായിട്ടുള്ള, അതുപോലെ തന്നെ സാംസ്കാരികവും മതപരമായ മഹത്വമുള്ള നദി എന്ന് പറയുന്നത് ഗംഗയാണ്. ഇപ്പം എല്ലാ നദികൾക്കും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഗംഗാ നദി എന്ന് പറയുന്നത് മറ്റു നദികളുമായി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ നദികളെക്കാളും അപേക്ഷിച്ച് കൂടുതലായിട്ട് പ്രസിദ്ധവും അതുപോലെ തന്നെ പൂജനീയവും സാംസ്കാരികവും മതപരമായിട്ടുള്ള മഹത്വമുള്ള നദിയാണ്. ഗംഗയ്ക്ക് മന്ദാകിനി, ജാഹ്നവി തഥാ ഭാഗീരഥി ആദി കൈ നാം ഹേ. ഗംഗയ്ക്ക് പല പേരുകളുണ്ടെന്ന് പറയുന്നത്. മന്ദാകിനി എന്ന് പറയുന്ന നദി ഗംഗ തന്നെയാണ്. ജാഹ്നവി, അതുപോലെ തന്നെ ഭാഗീരഥി, അതിനൊക്കെ അതിൻ്റെ പിന്നാലെ കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. ഓരോ പേരിനും ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ പല പേരിൽ അറിയപ്പെടുന്നു ഗംഗ. അതിൽ ഫേമസ് ആയിട്ടുള്ള പേരാണ് മന്ദാകിനി, ജാഹ്നവി, അതുപോലെ ഭാഗീരഥി. അതിന് പിന്നിലൊക്കെ ഓരോ കഥകളുണ്ട്. ഭാഗീരഥി എന്ന് പറയുന്ന ഒരു രാജാവ് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് പറയുന്നത്. അതിന് ഒരു അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ മോക്ഷം കിട്ടാനായിട്ട് ഗംഗാ നദിയെ കൊണ്ടുവന്നു. അത് ഭാഗീരഥം കൊണ്ടുവന്നുകൊണ്ടാണ് അവിടെ നമ്മൾ ഭാഗീരഥി എന്ന് പറയുന്നത്. വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഭാഗീരഥ പ്രയത്നം എന്ന് പറയും. കഠിന പ്രയത്നം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഭാഗീരഥി എന്നുള്ള പേര്, അത് പല പേരിൽ ഇവിടെ നമ്മുടെ ഗംഗ അറിയപ്പെടുന്നുണ്ട്. ഏ കൈ സഹായക നദിവംശേ ബനീഹേ. അപ്പോൾ ഒരുപാട് പോഷക നദികളുണ്ട്, അല്ലെങ്കിൽ സഹായക നദികളാലാണ് നമ്മുടെ ഗംഗ എന്ന് പറയുന്ന
നദി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നദികൾ, അതായത് പോഷക നദികൾ അതിലേക്ക് ഒഴുകി വരുന്നുണ്ട്. साथ ही प्रत्येक स्थल पर इसे लेकर पौराणिक कथाएं धार्मिक विश्वास तथा कहावत प्रचलित है. അതോടൊപ്പം തന്നെ ഓരോ പ്രത്യേക സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് പുരാണ കഥകൾ, അതുപോലെ തന്നെ മതപരമായ വിശ്വാസം, അതുപോലെ പഴഞ്ചൊല്ലുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാ നദി എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയാണ്. അതിനോടൊപ്പം തന്നെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് പോഷക നദികളാലാണ് ഗംഗ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പല കഥകൾ, പുരാണപരമായിട്ടുള്ള, അതായത് പൗരാണികമായ കഥകൾ നിലവിലുണ്ട്, മതപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ, കഥകളൊക്കെ അതിൻ്റെ പിന്നിൽ നിലവിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാ മയ്യ എന്ന് പറയുന്നത് നമ്മളെ ഗംഗാ മാതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഗംഗ വെറും ഒരു നദിയല്ല, ഭാരതീയരുടെ അമ്മ എന്ന നിലയിൽ പൂജിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നദിയോംക്കോ മാം മാനാ ജാത്തെ, ഭാരതത്തിൽ പ്രത്യേകിച്ച് നദികൾക്ക് അമ്മയുടെ സ്ഥാനമാണെന്നാണ് പറയുന്നത്. അതിൽ നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു നദിയാണ് ഗംഗാ മയ്യ, ഗംഗാ മാതാവ്. അപ്പോൾ ആ പേരെങ്ങനെ വന്നു എന്നുള്ളത് നമുക്കതിൽ പറയുന്നുണ്ട്, നോക്കാം. അപ്പോൾ കാക്ക കാലേൽക്കറിനെ ലിഖി ഹുയി ഏക്ക് ചോട്ടാ നിബന്ധ ഹേ ഗംഗാ മയ്യ. നോക്കാം. ഗംഗ കുച്ച് ബി ന കർത്തി, സിർഫ് ദേവവ്രത് ഭീഷ്മ को ही जन्म देती, तो भी आर्य जाति की माता के तौर पर वह आज प्रख्यात होती. ഗംഗ കുച്ച് ബി ന കർത്തി, ഗംഗ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവിടെ ചെയ്തത് എന്താണ്? സിർഫ് ദേവവ്രത് ഭീഷ്മ को ही जन्म देती, ദേവവ്രത് ഭീഷ്മർക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ് ഗംഗ ചെയ്തത്. तो भी आर्य जाति की माता के तौर पर आज वह प्रख्यात होती, എങ്കിൽ കൂടി ആര്യജാതിയുടെ മാതാവെന്ന രൂപത്തിൽ ഗംഗ വളരെയധികം പ്രസിദ്ധി നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഭീഷ്മരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭീഷ്മർ എന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഭീഷ്മ പിതാമഹൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പം ഭീഷ്മരെ ശരിക്കും പറയുകയാണെങ്കിൽ ഗംഗാദേവിയുടെ മകനായിട്ടാണ് ഭീഷ്മർ പിറക്കുന്നത്. ഗംഗാദേവിയുടെയും ശന്തനു മഹാരാജാവിൻ്റെയും മകനാണ് ഭീഷ്മർ. ഇപ്പം ഭീഷ്മർ അതിന് മുന്നേ ഗംഗ ഇവിടെ ഭൂമിയിലേക്ക് എത്തുന്ന കഥയുണ്ട്. നമ്മുടെ ശിവൻ്റെ ജടയിൽ ഗംഗ ഇരിക്കുന്നു എന്ന് പറയുന്നൊരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ഗംഗയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതാണ് മോക്ഷം കൊടുക്കാനായിട്ട്. സാഗർ രാജാവിൻ്റെ മക്കൾ മരിച്ചു, അവരെ കൊന്നു, അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് വിടുന്നുണ്ട്. അങ്ങനെ പല കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഗംഗയെ സംബന്ധിച്ച്. അങ്ങനെ ഇവിടെ ഗംഗ ശന്തനു മഹാരാജാവിൻ്റെയും ഭീഷ്മർ ശന്തനു രാജാവിൻ്റെയും ഗംഗയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത്. ഭാരതവംശത്തിൽ തന്നെ വളരെ പ്രതാപവാനായിട്ടുള്ളൊരു രാജാവാണ് ശന്തനു മഹാരാജാവ്. അദ്ദേഹം ഒരു ദിവസം ഗംഗയുടെ തീരത്ത് ഹണ്ടിങ്ങിന് പോകണ നായിട്ട് നടത്തുന്ന സമയത്ത് ഗംഗാദേവിയുടെ കാണാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഗംഗ ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. കണ്ടീഷൻ എങ്ങനെയാണ്? ജോ കുച്ച് കരേഗി ഉസ് വിഷയമേ രാജ കോയി പ്രശ്നം നഹീം കരേഗി. അവൾ എന്ത് ചെയ്താലും അതിനെ രാജാവ് എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, തടയാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അങ്ങനെ ശന്തനു മഹാരാജാവിനെ ഗംഗയ്ക്കും ഒരു 7 മക്കളോളം ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ കുട്ടികളെയൊക്കെ ഗംഗാദേവി എന്ത് ചെയ്തു? നദിയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പ്രശ്നമായിട്ട്, അതായത് പ്രശ്നത്തിൽ രാജാവ് ഇടപെടുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ 8ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ ഇതുപോലെ തന്നെ നദിയിലെറിയാൻ നോക്കിയപ്പോൾ ശന്തനു മഹാരാജാവ് അവിടെ തടഞ്ഞു. പക്ഷെ ആ കണ്ടീഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്താലും തടയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിലാണ് വിവാഹം ചെയ്തത്. അങ്ങനെ ആയപ്പോൾ അവൾ എന്ത് ചെയ്തു? ഗംഗ ഇവിടെ
വിവാഹം റദ്ദ് ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന കൂടെ നമ്മുടെ ഈ ഭീഷ്മരെയും കൊണ്ടുപോകുന്നുണ്ട്, ഈ കുട്ടിയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വളർത്തി വലുതാക്കി ശന്തനു മഹാരാജാവിനെ തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിലെ കഥ. അപ്പോൾ ഈ 8ാമത്തെ പുത്രൻ എന്ന രൂപത്തിലാണ് ഭീഷ്മർ ദേവവ്രത് എന്ന പേരിൽ ജനിച്ചത്. പിന്നീട് നമ്മൾ ഭീഷ്മ ശപഥം എന്നൊക്കെ പറയുന്നുണ്ട്. നിത്യബ്രഹ്മചാരിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ കഥകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അംബിക എന്നൊക്കെ പറയുന്ന രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവരില്ലേ, അങ്ങനെ ഒരുപാട് കഥകൾ ഭീഷ്മരുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നിത്യബ്രഹ്മചാരിയാണ് നമ്മുടെ ഭീഷ്മർ. ഭീഷ്മരുടെ ശപഥം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനായിട്ടാണ് ഭീഷ്മർ നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ദേവവ്രത ഭീഷ്മന് ജന്മം കൊടുത്തത് ഗംഗാദേവിയാണെന്ന് പറയുന്നത്. എങ്കിലും ആര്യജാതിയുടെ അമ്മ എന്ന പേരിലാണ് നമ്മുടെ ഗംഗാദേവി ഇവിടെ പ്രസിദ്ധയായിട്ടുള്ളത്. പിതാമഹ് भीष्म की टेक, भीष्म की निष्प्रहता, भीष्म का ब्रह्मचर्य और भीष्म का तत्वज्ञान हमेशा के लिए आर्य जाति का आदर पात्र ध्येय बन चुका है. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. എന്താണ് പറയുന്നത്? പിതാമഹ് ഭീഷ്മയ്ക്ക് ടേക്ക്, പിതാമഹനായിട്ടുള്ള ഭീഷ്മൻ്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ, ശപഥം. അതുപോലെ തന്നെ ഭീഷ്മയ്ക്ക് നിസ്പൃഹത, അദ്ദേഹത്തിൻ്റെ നിർഗുണഭാവം. ഭീഷ്മക ബ്രഹ്മചര്യ, അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം, നിത്യബ്രഹ്മചാരിയായിരുന്നു. ഭീഷ്മക തത്വജ്ഞാൻ, ഭീഷ്മ പിതാമഹൻ്റെ തത്വജ്ഞാനം. ഇതെല്ലാം ആര്യജാതിക്ക ആദർക്ക പാത്ര, ഇതെല്ലാം ആര്യജാതിയുടെ ആദരവിൻ്റെ പാത്രമായിട്ട് ദേവൻ ചുകാഹി, പാത്രമായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്. ഭീഷ്മ പിതാമഹൻ്റെ എന്തൊക്കെയാണെന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഭീഷ്മയ്ക്ക് ടേക്ക്, ഭീഷ്മയ്ക്ക് നിസ്പൃഹത, ഭീഷ്മക ബ്രഹ്മചര്യ, ഭീഷ്മക തത്വജ്ഞാൻ. ഇതെല്ലാം ആര്യജാതിയുടെ ആദരവിനെ പാത്രമായി തീർന്നിട്ടുള്ള ഘടകങ്ങളാണ്. हम गंगा को आर्य संस्कृति के ऐसे आधार स्तंभ महापुरुष की माता के रूप में पहचानते हैं. നമ്മൾ ഗംഗാ നദിയെ അല്ലെങ്കിൽ ഗംഗയെ ആര്യ സംസ്കാരത്തിൻ്റെ ആധാരസ്തംഭമായിട്ടുള്ള മഹാപുരുഷൻ, അതായത് നമ്മുടെ ഭീഷ്മ പിതാമഹൻ്റെ അമ്മയുടെ രൂപത്തിൽ അറിയപ്പെടുന്നുണ്ട്. हम गंगा को आर्य संस्कृति के ऐसे ആധാരസ്തംഭ മഹാപുരുഷ് की, ആര്യ സംസ്കാരത്തിൻ്റെ ഇതുപോലെയുള്ള ആധാരസ്തംഭമായിട്ടുള്ള അടിസ്ഥാന സ്തംഭമായിട്ടുള്ള നെടുന്തൂണായിട്ടുള്ള മഹാപുരുഷൻ്റെ അമ്മയുടെ രൂപത്തിൽ നമ്മൾ അറിയപ്പെടുന്നു. ഗംഗയെ അറിയപ്പെടുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഭീഷ്മ പിതാമഹനെ ജന്മം കൊടുത്തത് ഗംഗാ ദേവിയാണ്. നദി കോ കോയി ഉപമ ശോഭ ദേത്തി ഹേ തോ വഹ് മാതാ കി ഹി. ഈ നദിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപമകൾ ശോഭ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ തന്നെയാണ്. മാതാ കി ഹി ഉപമ ശോഭ ദേത്തി ഹേ. നദി के किनारे पर रहने से अकाल का डर तो रहता ही नहीं. ഇപ്പം നദി के किनारे पर रहने से, നദീതീരത്ത് താമസിക്കുകയാണെങ്കിൽ അകാൽ കാ ഡർ, അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, അകാൽ കാ ഡർ നഹി രഹത്ത, അതായത് ക്ഷാമം ഉണ്ടാവുമെന്നുള്ള പേടി നമുക്ക് വേണ്ടെന്ന് പറയുന്നത്. നദീതീരത്താണ് നമുക്ക് ഒരിക്കലും ക്ഷാമം, ഇല്ലായ്മകൾ അല്ലെങ്കിൽ വറുതി ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. കാരണം ഇഷ്ടം പോലെ വെള്ളം കിട്ടിയാൽ നമുക്ക് കൃഷി സമൃദ്ധമാക്കാനും ഒരുപാട് വിളവുണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അവിടെ ക്ഷാമം എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. മേഘരാജ ജബ് ധോക്കാ ദേത്തെ ഹേ തബ് നദി മാതാ ഹി ഹമാരി ഫസൽ പക്കാത്തി ഹേ. ഇനി മേഘരാജാവ് ചതിക്കുക എങ്ങനെയാണ്? മഴ പെയ്യാതെ. അപ്പോൾ മേഘരാജാവ് ചതിക്കുകയാണെങ്കിൽ, അതായത് മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ തപ്പം നദീ മാതാ ഹി ഹമാരി ഫസൽ പക്കാത്തി ഹി, ആ സമയത്ത് നദീ മാതാവാണ് നമ്മുടെ വിളവ് പാകമാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മഴ അവിടെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നദിയുടെ വെള്ളത്തെ നമ്മൾ ആശ്രയിക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ മഴ പെയ്തില്ലെങ്കിലും നമ്മൾ നദിയുടെ തീരത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷാമത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യം
വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് കാരണം നദി മാതാ ഹി ഹമാരി ഫസൽ പക്കാത്തി ഹി. നദി കാ കിനാരായാനി ശുദ്ധ और ശീതൾ ഹവ. ഈ നദീതീരത്ത് നമ്മൾ താമസിക്കുന്ന വളരെ ശുദ്ധമായിട്ടുള്ള വളരെ ശീതളമായിട്ടുള്ള വായുവാണ് അവിടെയുള്ളത്. നല്ല തണുത്ത ശുദ്ധമായിട്ടുള്ള വായുവാണ് നദീതീരത്തുള്ളത്. നദിക്ക് കിനാരെ കിനാരെ घूमने जाएं तो प्रकृति के मातृवत्सल के अखंड प्रवाह का दर्शन होता है. ഇനി നദിയുടെ തീരത്ത് നമ്മൾ ചുറ്റിക്കറങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ പ്രകൃതിയുടെ മാതൃവാത്സല്യം അത് ഉസ്കെ അഖണ്ഡ് പ്രവാഹ് അതിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവാഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നദിക്ക് കിനാരെ घूमने जाए तो നദീതീരത്ത് നമ്മൾ ചുറ്റിക്കറങ്ങാനായിട്ട് ഭ്രമണം ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ പ്രകൃതിയുടെ മാതൃവാത്സല്യത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവാഹത്തെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. നദി ബഡി ഹോ और उसका प्रवाह धीर गंभीर हो तब तो उसके किनारे पर रखने वाला की शान शौकत उसी नदी पर ही निर्भर करती है. ഈ നദി വലുതായാലും അതിൻ്റെ പ്രവാഹം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണെങ്കിലും ഉസ്കി കിനാരെ പർ രഖ്നെ വാലേക്ക് ഷാൻ ഷൗക്കത്ത് എന്ന് അവരുടെ പ്രതാപം എന്ന് പറയുന്നത് പ്രതാപം ആഡംബരം പ്രതാപം എന്നൊക്കെ പറയുന്നത് ഇസ്കെ കിനാരെ പർ രഖ്നെ വാലക്ക് ഷാൻ ഷൗക്കത്ത് ഉസ് നദി പർ ഹി നിർഭരത്തി ഹി. ആ നദിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നദി എത്ര വലുതായാലും അതിൻ്റെ പ്രവാഹം എത്ര ഗംഭീരമായാലും അത് അവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രതാപം എന്ന് പറയുന്നത് എന്തിനാശ്രയിച്ചാണ്? നദിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സച്ച് മുജ് നദി ജനസമാജ് കി മാതാ ഹേ. സത്യത്തിലെ നദി എന്ന് പറയുന്നത് ജനസമൂഹത്തിൻ്റെ അമ്മയാണ്. നദി ജനസമാജ് കി മാതാ ഹേ. നദി കിനാരെ ബസേ ഹുയെ ശഹർ കി ഗലി ഗലി മേ घूमते समय ഏകാദ് കോനെ സേ നദി കാ ദർശൻ ഹോ ജായ്. എന്താ പറയുന്നത്? നദി കിനാരെ ബസേ ഹുയേ. നദിയുടെ തീരത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ശഹർ കി ഗലി ഗലി മേ घूमते समय നദീതീരത്ത് താമസിച്ചുകൊണ്ട് നമ്മുടെ പട്ടണത്തിലെ തെരുവുകളിൽ കൂടി നമ്മൾ നടക്കുന്ന സമയത്ത് ഏകാദ് കോനേസെ നദിക്ക ദർശനം ഹോ ജായ്. ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നദിയെ ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇത്ര ആനന്ദ ഹോത്ത നമുക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പട്ടണത്തിലാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത് വെച്ചാൽ ആ സമയത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമുക്കൊരു നദിയുടെ ഒരു ഭാഗം കാണാൻ സാധിച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുമെന്ന് പറയുന്നത്. കഹാം ഷഹർ കാ ഗന്ധ വായുമണ്ഡല और കഹാ നദി കാ പ്രസന്ന ദർശൻ. ഇപ്പോൾ പട്ടണത്തിലെന്ന് പറയുന്നത് പൊല്യൂഷൻ നിറഞ്ഞിട്ടുള്ളതാണ്, ഗന്ധ വായുമണ്ഡലമാണ്, അതായത് മാലിന്യം നിറഞ്ഞിട്ടുള്ള വായുവാണ് പട്ടണത്തിലുള്ളത്. കാരണം ഒരുപാട് വാഹനങ്ങൾ അങ്ങനെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ അതിൻ്റെ ഇടയിൽ കൂടി പോകുന്ന പുകയും അങ്ങനെ മറ്റുള്ള മലിനീകരണം അത് പട്ടണത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ കഹാം നദി കാ പ്രസന്ന ദർശൻ. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നൊരു നദിയെ ദർശിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നദിയുടെ ദർശനം എന്ന് പറയുന്നതും അതുപോലെ പട്ടണത്തിലെ വായു എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. ദോനം കെ ബീച്ച് കാ അന്തർ ഫൗരൻ മാലൂം ഹോ ജാത്താ ഹേ. അതായത് പട്ടണത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ നദിയുടെ അത് രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് ഫൗരൻ പെട്ടെന്ന് തന്നെ മാലൂം ഹോ ജാത്താ ഹേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നദി എന്ന് പറയുന്നത് നമുക്ക് ആനന്ദം തരുന്ന ഒന്നാണ്, നമുക്ക് ഒരുപാട് പ്രസന്നത തരുന്ന ഒരു കാഴ്ചയാണ് നദി എന്ന് പറയുന്നത്. എന്നാൽ പട്ടണം എന്ന് പറയുന്നത് ഗന്ധ വായുമണ്ഡലമാണ്, അതായത് മാലിന്യം നിറഞ്ഞിട്ടുള്ളതാണ്, പൊള്യൂട്ടഡാണ്. പലതരത്തിലും ശബ്ദമായാലും പൊടിയായാലും ഏത് തരത്തിലായാലും മാലിന്യം നിറഞ്ഞതാണ് പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ നദി എന്ന് പറയുന്നത് പ്രസന്ന ദർശനമാണ്. നദി ഈശ്വർ നഹി ഹേ ബൽക്കി ഈശ്വർ കാ സ്മരൺ കരാനേ വാല ദേവതാ ഹേ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നദി ഈശ്വരനല്ല, നേരെ മറിച്ച് ഈശ്വർ കാ സ്മരൺ കരാനേ വാല ദേവതാ ഹേ. ഈശ്വരനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദേവനാണ് നദി എന്ന് പറയുന്നത്. അപ്പം നദി ഈശ്വർ നഹി ഹേ ഈശ്വർ കാ സ്മരൺ കർണേ വാല ദേവതാ ഹേ. അപ്പം നദി ആരാണെന്ന് പറയുന്നത് ഈശ്വരനല്ല, പകരം ഈശ്വർ കാ സ്മരൺ കരാനേ വാല ദേവതാ ഹേ. ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്ന ദേവനാണ്. യദി ഗുരു കോ വന്ദൻ കർണ ആവശ്യക് ഹേ തോ നദി കോ ബി വന്ദൻ കർണ ഉചിത് ഹേ. ഇവിടെ ഗുരുവിനെ വന്ദിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അതോടൊപ്പം തന്നെ നദിയെയും വന്ദിക്കേണ്ടത് നമസ്കരിക്കേണ്ടത് ഉചിതമാണ്. കബീർദാസിൻ്റെ ദോഹയിൽ നമ്മൾ പറയുന്നത് പോലെ ഗുരു ഈശ്വരന് മുന്നിൽ വന്നു നിന്നാൽ ആദ്യം നമ്മളെ ഗുരുവിനെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ഗുരുവിനെ
വന്ദിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കുക നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമസ്കരിക്കേണ്ടത് വന്ദിക്കേണ്ടത് നദിയെ തന്നെയാണ്. അപ്പോൾ നദിയെ വന്ദിക്കുക എന്ന് പറയുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഗുരുവിനെ നമ്മൾ വന്ദിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നദീനെ നമ്മൾ വന്ദിക്കേണ്ടതാണ്. കാരണം നദി എന്ന് പറയുന്നത് ആൻസർ ഇതാണ്, നദി ഈശ്വർ നഹി ഹേ ഈശ്വർ കാ സ്മരൺ കരേനവാല ദേവതാ ഹേ. ഈശ്വരനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നില്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നദികളാണ്. ഇപ്പോൾ ഗുരുവിനെ നമസ്കരിക്കാനുള്ള കാരണം എന്താണ്? ഈശ്വരനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിനെ ആദ്യം നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട് കബീർദാസിൻ്റെ ദോഹയിൽ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈശ്വരനെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? നദിയാണ്. നദി ഈശ്വരനല്ല, പക്ഷേ ഈശ്വരനെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ദേവനാണ് ആര്? നമ്മുടെ നദി എന്ന് പറയുന്നത്. അതുകൊണ്ട് നദി കോപി വന്ദന കർണ ഉചിത് ഹേ. ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, നദി കോപി വന്ദന കർണ ഉചിത് ഹേ ക്യോ? എന്തുകൊണ്ടാണ്? 2 മാർക്കും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മളെ ആൻസർ ഇതാണ്, നദി ഈശ്വർ നഹി ഹേ ഈശ്വർ കാ സ്മരൺ കരാനെ വാല ദേവതാ ഹേ. അപ്പോൾ ഇവിടെ നമ്മൾ ഭീഷ്മ പിതാമഹനെ കുറിച്ച് പറഞ്ഞു. ഭീഷ്മ പിതാമഹ കി മാതാ ഹേ ഗംഗ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നദിക്ക് കിനാരെ രഖ്നെ വാലെ ലോകം കോ അകാൽ കാ ഡർ നഹി രത്തി. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടാവില്ല. കാരണം വർഷ ദോഖ ദേത്തെ സമയം, അതായത് മഴ ചതിക്കുന്ന സമയത്ത് നദി മാതാഹി ഹമാരി ഫസൽ പക്കാത്തി ഹേ. അതായത് മഴ ചതിച്ചാൽ അവിടെ നദിയുടെ വെള്ളം കൊണ്ട് നമുക്ക് വിളവ് പാകമാക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.